ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ ലൂക്കാ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിലെ സ്നാപയോഹന്നാനെ കുറിച്ചുള്ള അവൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് നമ്മൾ കാണുന്നുണ്ട്. അത് ഈ ലൂക്കാ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 15 മുതൽ വാക്യങ്ങൾ നമ്മളിങ്ങനെ വായിക്കുന്നത്: കർത്താവിൻ്റെ സന്നിധിയിൽ അവൻ വലിയവനായിരിക്കും, വീഞ്ഞോ മറ്റ് ലഹരി പാനീയങ്ങളോ അവൻ കുടിക്കുകയില്ല. ഇന്ന് നമ്മളൊക്കെ ലോകത്തായിരിക്കുന്നു, ലോകത്തിൻ്റെ പാപത്തിലായിരിക്കുന്നു, പലവിധ തിന്മയിൽ. ഞാനും ഒരു കാലത്ത് ലോകത്തിൻ്റെ ലഹരിയിലായിരുന്നു. എന്നാൽ ഇന്ന് ക്രിസ്തുവിൻ്റെ ലഹരിയിലാകുവാൻ എന്നെ ദൈവം വിളിച്ചു. ക്രിസ്തുവിൻ്റെ വചനം എൻ്റെ ഉള്ളിൽ വന്ന നിമിഷം മുതൽ കർത്താവിൻ്റെ ലഹരിയിൽ ഞാൻ ജീവിക്കുകയാണ്. കർത്താവാകുന്ന ആ ലഹരി, ക്രിസ്തുവാകുന്ന ആ ലഹരി നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ മറ്റു ലോകത്തെ ഒന്നിനും, ഒരു കാര്യത്തിനും എനിക്ക് സന്തോഷം നൽകാൻ കഴിയത്തില്ല. ലോകത്തിൻ്റെ ഒന്നിനും എന്നെ മതിമറന്ന്, എന്നെ എല്ലാം മറന്ന് എനിക്ക് സന്തോഷിക്കാൻ കഴിയുന്ന യാതൊന്നും ഇന്ന് ഈ ലോകത്തില്ല. അതുകൊണ്ടാണ് ക്രിസ്തുവിൻ്റെ ലഹരി വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മദ്യമാകട്ടെ, പണമാകട്ടെ, സുഖസൗകര്യങ്ങളാകട്ടെ എന്ന് വേണ്ട എല്ലാം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറയുന്നത്: ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും കഷ്ടതയോ ദുരിതമോ വാളോ എന്ത് തന്നെ വന്നാലും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്നും എന്നെ അകറ്റാൻ സാധിക്കത്തില്ല എന്ന അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ലൂക്കാ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക, സക്കറിയാക്കി അവൻ്റെ ആ വിളിക്കപ്പെട്ട ദിവസം, തെരഞ്ഞെടുക്കപ്പെട്ട കുറി വീണ ദിവസം ദൈവസന്നിധിയിൽ ധൂപാർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവനായി സക്കറിയ ദേവാലയത്തിൻ്റെ അകത്ത് പ്രവേശിക്കുക. അതിൻ്റെ 9-ാം വാക്യം നമ്മളിങ്ങനെ വായിക്കുന്നത്: പൗരോഹിത്യ വിധി പ്രകാരം കർത്താവിൻ്റെ ആലയത്തിൽ പ്രവേശിച്ച് ധൂപം സമർപ്പിക്കാൻ സക്കറിയാക്കി കുറിവീണു. ധൂപാർപ്പണ സമയത്ത് സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലതുവശത്ത് നിൽക്കുന്നത് കണ്ടു. അവനെ കണ്ട് സക്കറിയ അസ്വസ്ഥനാകുകയും ഭയപ്പെടുകയും ചെയ്തു. ഇത് സക്കറിയ പുരോഹിതന്റെ മുൻപിൽ ദൈവത്തിന്റെ ദൂതനെ കണ്ടപ്പോൾ അവൻ അസ്വസ്ഥനാകാൻ തുടങ്ങി. നമുക്ക് ഒരുപക്ഷെ ദൈവത്തിനെ കാണണമെന്ന ആഗ്രഹമുണ്ട്, ദൈവത്തെ കേൾക്കണമെന്ന ആഗ്രഹമുണ്ട്, എൻ്റെ പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നിമിഷം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഈ ഭവനത്തിൽ, ഈ മുറിയിൽ ദൈവത്തിന്റെ ദൂതനോ ദൈവ സാന്നിധ്യമോ വന്നാൽ എത്ര പേർക്ക് അതിന് മുൻപിൽ നിൽക്കാൻ പറ്റും? ഒരുപക്ഷെ ഭയപ്പെട്ടേക്കാം. ഇതാ ഒരു പുരോഹിതനായ സക്കറിയ ദൈവത്തിന്റെ സ്ഥാനത്ത് നിന്ന് ദൈവജനത്തെ അനുഗ്രഹിക്കേണ്ട പ്രധാന കവാടം കടന്ന് ദൈവസന്നിധിയിൽ ധൂപമർപ്പിക്കുന്ന സക്കറിയ, ആ പുരോഹിതൻ പോലും ദൈവത്തിന്റെ ദൂതനെ കണ്ട് ഭയന്നു എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. നമുക്കൊക്കെ ആഗ്രഹമുണ്ട് ദൈവത്തെ കാണണമെന്ന്. എന്തുകൊണ്ടായിരിക്കാം സക്കറിയ ഭയന്നത്? കാരണം എല്ലാ മനുഷ്യർക്കും ഉള്ളിൽ ഒരു ചിന്തയുണ്ട്: ഞാൻ പാപിയാണ്, ദൈവത്തിന്റെ മുൻപിൽ നിൽക്കാൻ എനിക്ക് യോഗ്യതയില്ല, എനിക്ക് കുറവുകളുണ്ട്. എത്ര പേർക്ക്, ഈ കൂട്ടായ്മയിലുള്ള എത്ര പേർക്ക്, എന്നെ കേൾക്കുന്ന എത്ര പേർക്ക് ആ ഒരു ചിന്തയുണ്ട്: കർത്താവേ, എൻ്റെ പാപങ്ങളെല്ലാം കഴുകി എന്നെ ശുദ്ധനാക്കണമേ, എന്നെ വിശുദ്ധീകരിക്കണമേ, ദൈവസന്നിധിയിൽ നിൽക്കാനുള്ളൊരു യോഗ്യത കർത്താവേ എനിക്ക് നൽകണമേ. നമുക്ക് എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? വീണ്ടും ലൂക്കാ സുവിശേഷത്തിലേക്ക് നമ്മൾ കടന്നു വന്നാൽ അതിൻ്റെ 17-ാം വാക്യം മുതൽ, 1:17 മുതൽ നമ്മളിങ്ങനെ വായിക്കുന്ന: പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും അനുസരണമില്ലാത്തവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജമാക്കിയ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയായുടെ ചൈതന്യത്തോടും ശക്തിയോടും കൂടെ അവൻ കർത്താവിന് മുൻപേ പോകും. സ്നാപയോഹന്നാന്റെ പ്രവർത്തികളെ കുറിച്ചെല്ലാം ഇതാ സക്കറിയായോട് പ്രവചിക്കുക, അല്ലെങ്കിൽ മുന്നറിയിപ്പ് കൊടുക്കുക. ഇങ്ങനെ വലിയ ദൂത് കിട്ടി, വലിയ അനുഗ്രഹങ്ങൾ അവന്റെ മുൻപിൽ കടന്നു വന്നു. എന്നാൽ സക്കറിയ അത് വിശ്വസിക്കുന്നത് കാണുന്നില്ല. പലപ്പോഴും ഇങ്ങനെയാ. എൻ്റെ ജീവിതത്തിൽ ഞാൻ 13 വർഷങ്ങൾക്ക് മുൻപ് എൻ്റെ അടുത്ത് ദൈവദാസൻ, കർത്താവിൻ്റെ പ്രിയദാസൻ, പ്രിയ ശിവബ്രദർ എന്നോട് പറഞ്ഞു: നീ കർത്താവിൻ്റെ കൂടെ നിന്നാൽ, ക്രിസ്തുവിൻ്റെ വചനത്തിൻ്റെ കൂടെ നിന്നാൽ ദൈവം നിന്നെ കൊണ്ട് സുവിശേഷം പറയിപ്പിക്കും, ദൈവം നിന്നെ ഉയർത്തും. എനിക്കൊരിക്കലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഒരു ലോകത്തിൻ്റെ മകനായ എന്നെ കൊണ്ട് സുവിശേഷം പറയിപ്പിക്കുക,
ഈ ബൈബിള് തൊടുകയോ അല്ലെങ്കിൽ ഈ ബൈബിള് വായിക്കുകയോ ഈ ബൈബിളിലെ വചനങ്ങൾ ഗ്രഹിക്കുകയോ ഇത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയുകയോ ഇതൊന്നും കഴിയുമെന്ന് എൻ്റെ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ ചിന്ത കൊണ്ടോ ഞാൻ വിശ്വസിക്കാത്ത വ്യക്തിയാണ്. പക്ഷെ എന്നെ കൊണ്ട് കർത്താവ് അത് ചെയ്യിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇക്കാലത്ത് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊരു കാര്യം ഉറപ്പാണ്, ദൈവത്തിൻ്റെ ദൂതുകൾ ഒരിക്കലും, ദൈവത്തിൻ്റെ ആ പ്രവചനങ്ങൾ ഒരിക്കലും അസാധ്യമാകത്തില്ല. അത് നടക്കുക തന്നെ ചെയ്യും. ദൈവത്തിൻ്റെ വചനം നമ്മൾ പഴയ നിയമത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, തൻ്റെ വചനം ഫലം കാണാതെ തിരിച്ചു പോകുന്നില്ല. ചില പ്രവചനങ്ങളും അങ്ങനെ തന്നെയാണ്. കർത്താവിൻ്റെ ആത്മാവ് പ്രവചിക്കുന്ന യാതൊരു പ്രവചനവും സംഭവിക്കാതിരിക്കത്തില്ല. ആരെങ്കിലും നിന്നെ നോക്കി ഏതെങ്കിലും ദൈവദാസന്മാർ പ്രവചിച്ചിട്ടുണ്ടോ നീ സുവിശേഷം പറയുമെന്ന്, നീ കർത്താവിൻ്റെ വചനം പറയുമെന്ന്, നീ ക്രിസ്തുവിന് വേണ്ടി നിൽക്കുമെന്ന്, നീ കർത്താവിന്റെ മുൻപിൽ ആരാധിപ്പിക്കുന്ന, ദൈവത്തെ ആരാധിപ്പിക്കുന്ന സമൂഹത്തെ ദൈവസന്നിധിയിലേക്ക് ആരാധനയെ എത്തിക്കുവാൻ ദൈവം നിന്നെ ഉപയോഗിക്കുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ള ദൈവദാസ, ദൈവദാസി, നീ അത് ഉറച്ചു പ്രതീക്ഷിക്കണം, ഉറച്ചു വിശ്വസിക്കണം. എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി അത് ചെയ്യും. കാരണം അത് ദൈവത്തിന്റെ ആത്മാവായ ആ പ്രവചിച്ചത്. ഇതാ ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ തന്നെ സക്രിയായോട് പറഞ്ഞു. എന്നാൽ സക്രിയ അവിശ്വസിച്ചു എന്നാ പറയുന്നത്. ഇനി തൊട്ടടുത്ത വാക്യത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്, 18-ാം വാക്യം. സക്രിയ ദൂതനോട് ചോദിച്ചു, ഞാനിത് എങ്ങനെ അറിയും? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളുമാണ്. പലപ്പോഴും അങ്ങനെയാ, നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെയാ. നിന്നെ വിദേശത്ത് ദൈവം അയക്കുമെന്ന് പറഞ്ഞാൽ അതിനുള്ള വിദ്യാഭ്യാസം എനിക്കില്ലല്ലോ, പിന്നെ എങ്ങനെ സംഭവിക്കും? ദൈവം നിന്നെ ഉയർത്തും എന്ന് പറഞ്ഞാൽ അതെങ്ങനെ സംഭവിക്കും? എനിക്ക് അതിനുള്ള യോഗ്യതയില്ലല്ലോ. നിന്നിലൂടെ ദൈവം പലതും ചെയ്യുമെന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്ത അതാ, അതെങ്ങനെ സംഭവിക്കും? കാരണം എനിക്ക് അതിനുള്ള കഴിവില്ല. എന്നെ കൊണ്ട് സുവിശേഷം ബൈബിൾ എടുപ്പിക്കും എന്ന് പറയുമ്പോൾ, കഴിഞ്ഞ 26 വർഷം ഞാൻ ബൈബിൾ എടുത്ത് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആഴങ്ങളോ ദൈവവചനമോ ഒന്നും എനിക്കറിയത്തില്ല. ഇവിടെ പ്രഘോഷിക്കുന്ന രീതിയൊന്നും പറയാൻ എനിക്കറിയത്തില്ല. പിന്നെ എങ്ങനെ അത് സംഭവിക്കും? കായംകുളത്ത് ആ പഴകുളം പാസൽ വെച്ച് കർത്താവ് എന്നോട് ദൂത് പറയുമ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല 13 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇതുപോലെ ലോകത്തോട് കർത്താവിൻ്റെ വചനം പറയിപ്പിക്കുവാനാണ് ഈ പ്രവചനം ദൈവദാസന്റെ അതരത്തിലൂടെ വരുന്നത് എന്ന് ഞാൻ യാതൊരു വിധത്തിലും ചിന്തിച്ചിരുന്നില്ല. പക്ഷേ കർത്താവ് എന്നെ കൊണ്ടത് ചെയ്യിപ്പിച്ചുവെങ്കിൽ ഇന്ന് എന്നെ കേൾക്കുന്ന ഏതൊരു വ്യക്തിയോടും ദൈവത്തിന്റെ വചനം പറയുക, നിന്നോട് പറഞ്ഞ ദൂതുകളൊന്നും അത് മാറിപ്പോകത്തില്ല. അത് കാറ്റുപോലെ തിരിച്ചു വരുന്നതല്ല, അത് സംഭവിക്കും എന്ന് നീ വിശ്വസിക്കണം. സക്രിയയെ പോലെ നീ അവിശ്വസിച്ചാൽ ഒരുപക്ഷെ നിന്റെ ജീവിതത്തിൽ വരുന്നത് വേറെ രീതിയിലായിരിക്കും. നമുക്കറിയാം സക്രിയ അത് അവിശ്വസിച്ചു. തൊട്ടടുത്ത വചനത്തിൽ 19-ാം വാക്യത്തിൽ ദൂതൻ മറുപടി പറഞ്ഞു, ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, നിന്നോട് സംസാരിക്കാനും സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കാനും ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു. യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം അവിശ്വസിച്ചതുകൊണ്ട് നീ മൂകനായി തീരും. ഇവ സംഭവിക്കുന്നത് വരെ സംസാരിക്കാൻ നിനക്ക് സാധിക്കത്തില്ല. അതായത് ദൈവത്തിന്റെ ദൂതനായ ഗബ്രിയേൽ സംഭവിക്കേണ്ട കാര്യങ്ങൾ അവനോട് മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അവിശ്വസിച്ചു. യാതൊരു വിധത്തിലും അത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല. കാരണം ഞാൻ പ്രായം ഏറെയാണ്, എൻ്റെ ഭാര്യ വന്ധ്യമാണ്, പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും എന്നവൻ തിരിച്ചു ചോദിച്ചു. അവന് കിട്ടിയ മറുപടി ഇതായിരുന്നു, ദൈവത്തിന്റെ ദൂതനായ ഞാൻ, ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേൽ ഞാൻ നിന്നോട് പറഞ്ഞത് യഥാകാലം നടക്കേണ്ട വചനം നീ അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായി തീരും. എല്ലാവർക്കും പേടിയായി. അയ്യോ, ഇനി കർത്താവിൻ്റെ മെസ്സേജ് കേട്ടിട്ട് ഞാൻ ഇനി എന്തൊക്കെ അവിശ്വസിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണോ ഇനി കഷ്ടത വരുന്നത്? അതുകൊണ്ടാണോ സാമ്പത്തികമായി ഇപ്പോഴും ഇങ്ങനെ കിടക്കുന്നത്? അതുകൊണ്ടാണോ യാതൊരു രീതിയിലും മുന്നോട്ട് പോകാൻ പറ്റാത്തത്? ഈ പ്രതികൂലങ്ങൾ എനിക്ക് വന്നതിൻ്റെ കാരണം അതാണോ? ഈ പ്രശ്നങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ കാരണം അതാണോ? നിങ്ങൾ മറ്റൊരു രീതിയിലും കൂടി ഈ വചനത്തെ ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇതേ കാര്യം തന്നെ മറ്റൊരാളോടും പറഞ്ഞിട്ടുണ്ട്. ഇതേ വിഷയം തന്നെ മറ്റൊരു വ്യക്തിയോടും. അതാരോടാണ്? നമുക്കതും കൂടി ഒന്ന് പരിശോധിക്കാം. ഈ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം തന്നെ 26 മുതൽ വാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുക. ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിന്റെ വംശത്തിൽപ്പെട്ട ജോസഫ് എന്ന പേരായ പുരുഷനുമായി
വിവാഹ നിശ്ചയം ചെയ്തിരുന്ന കന്യയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. ഇവിടെ വചനം വീണ്ടും പറയുകയാണ്, അതേ ഗബ്രിയേൽ ദൂതൻ അതേ ദൂതുമായി, അല്ലെങ്കിൽ മറ്റൊരു ദൂതുമായി, ഒരു സന്തോഷകരമായ ഒരു ദൂതുമായി മറ്റൊരാളുടെ അടുത്തോട്ട്, ദാവീദിന്റെ വംശത്തിൽ ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയുടെ അടുത്തേക്ക് ദൈവത്താൽ അയക്കപ്പെട്ടു. അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുത്ത് വന്ന് പറഞ്ഞു, ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. ഈ വചനം കേട്ട് അവൾ വളരെ അസ്വസ്ഥയായി. ദൈവത്തിൻ്റെ ദൂതൻ പറഞ്ഞ ആ വചനം കേട്ട് അവൾ അസ്വസ്ഥയായി എന്നാണ് പറഞ്ഞത്. നമ്മൾ നേരത്തെ സക്കറിയ പ്രവാചകന്റെ കാര്യത്തിലും ഇത് തന്നെ കണ്ടു. എന്താ? സക്കറിയ പ്രവാചകന്റെ മുൻപിൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൾ അസ്വസ്ഥയായി. സക്കറിയ അസ്വസ്ഥയാകാൻ തുടങ്ങി. കാരണം ആ അസ്വസ്ഥത, ആ ഒരു രീതിയിൽ എന്തോ ഒരു അസ്വസ്ഥത അവനിൽ വന്നു, താൻ പാപിയാണോ എന്ന ചിന്ത. എന്നാൽ ഇവിടെ മറ്റൊരു കാര്യമാണ് കാണുന്നത്, ദൂതൻ അവളോട് പറഞ്ഞ വാക്കിനെ ചൊല്ലി അവൾ അസ്വസ്ഥയായി. കാരണം ആ വാക്കെന്താണ്? ദൂതൻ അവളോട് പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. ആദ്യത്തെ വാക്ക് പറഞ്ഞത് ദൈവകൃപ നിറഞ്ഞവളെ സ്വസ്തി, കർത്താവ് നിന്നോട് കൂടെ. കർത്താവ് നിന്റെ കൂടെ ഉണ്ട്. ദൈവത്തിന് നിന്റെ കൂടെ പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ട്. ദൈവം നിന്റെ കൂടെ പ്രവർത്തിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ദൂതൻ പറഞ്ഞപ്പോൾ അവൾ വളരെയേറെ അസ്വസ്ഥയായി. കാരണം ഒരു സാധാ സ്ത്രീ, ഒരു നോർമൽ പേഴ്സൺ, അയ്യോ എന്നോട് എന്തുകൊണ്ട് ദൂതൻ ഇങ്ങനെ പറയുന്നു, എൻ്റെ കൂടെ ദൈവമുണ്ടെന്നും നീ കൃപ നിറഞ്ഞവളാണെന്നും പറയുമ്പോൾ പെട്ടെന്ന് അവൾ അത്ഭുത സ്തബ്ധയായി, അസ്വസ്ഥയാകാൻ തുടങ്ങി. വീണ്ടും ദൂതൻ പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു. നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. വലിയ പ്രവചനമാണ് അവിടെ. വലിയ, ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഒരു യഹൂദ സ്ത്രീക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത, യാതൊരു വിധത്തിലും അവളുടെ ദീർഘകാല ചിന്തയിൽ പോലുമില്ലാത്ത ഒരു വലിയ പ്രവചനമാണ്, അല്ലെങ്കിൽ വലിയൊരു ദൂത്, ഒരു സന്തോഷ വാർത്തയാണ് അവളോട് പറയുന്നത്. നീ ഒരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. അവന്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം, ദാവീദിന്റെ ഗണത്തിലാണ്, അല്ലെങ്കിൽ ദാവീദിന്റെ വംശത്തിലാണ് മറിയം പിറന്നത് എന്ന് വ്യക്തമായിട്ട് നമുക്ക് കാണാം. യൗസേ പിതാവുമായി വിവാഹം ഉറപ്പിച്ചു വച്ചിരിക്കുകയാണ്. അവനും ദാവീദിന്റെ വംശത്തിൽ പിറന്ന ഒരാളാണ്. രാജകീയ വംശം എന്ന് ഇസ്രായേലിൽ പൊതുവെ അറിയപ്പെടുന്ന, അല്ലെങ്കിൽ ദാവീദിന്റെ പ്രധാനപ്പെട്ട വംശം, ആ വംശത്തിൽ പിറന്ന ശ്രേഷ്ഠതയെല്ലാം കൊണ്ടു നടക്കുമ്പോൾ തന്നെ ഇതാ പറയുകയാണ്, ദാവീദിന്റെ സിംഹാസനം ഞാൻ നിന്റെ പുത്രന് കൊടുക്കും. അവൾ വീണ്ടും അത്ഭുതപ്പെടുക. പക്ഷെ ഇങ്ങനെയെല്ലാം സന്തോഷം അവിടെ ഉള്ളിൽ നിൽക്കുമ്പോഴും അവൾ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും എന്നെല്ലാം പറയുമ്പോൾ മറിയം ദൂതനോട് പറയുന്നു, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. നേരത്തെ സക്കറിയ പ്രവാചകൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു? ഞാൻ വൃദ്ധനാണ്, എൻ്റെ ഭാര്യ വന്ധ്യയാണ്, പിന്നെ ഇതെങ്ങനെ സംഭവിക്കും? കർത്താവ് പറഞ്ഞു, യഥാകാലം സംഭവിക്കേണ്ട കാര്യം നീ അവിശ്വസിച്ചത് കൊണ്ട് നീ മൂകനായിരിക്കും. ഇവിടെ മാതാവിനോടും മറിയത്തോടും ഇതേ വാക്ക് തന്നെയല്ലേ ദൂതൻ പറയേണ്ടത്? കാരണം രണ്ടും ഒരേ ആൾ തന്നെയാണ്, ഗബ്രിയേൽ തന്നെയാണ്. രണ്ടുപേരും പറഞ്ഞ മറുപടി ഏകദേശം സെയിം ആണ്. ഒരു വ്യക്തി പറഞ്ഞത്, ഞാൻ പ്രായം തികഞ്ഞു, എനിക്ക് പ്രായം ആധിക്യമായി, ഇനി എങ്ങനെ ഇത് സംഭവിക്കും എന്നുള്ളതാണെങ്കിൽ, ഇതാ മറ്റൊരു വ്യക്തി പറഞ്ഞത്, ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, ഞാനൊരു വിർജിനാണ്, ഞാൻ ഒരിക്കലും ഒരു പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെ ഇത് സംഭവിക്കും? അപ്പോൾ ദൂതൻ അവിടെ തിരിച്ചു മറുപടി പറയുകയാണ്, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഇതാ നിന്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഒരു പുത്രനെ ഗർഭം ധരിച്ചിരിക്കുന്നു. വന്ധ്യ എന്ന് പറഞ്ഞിരിക്കുന്ന അവൾക്കിത് 6-ാം മാസമാണ്. അവളെ വന്ധ്യ എന്നായിരുന്നു ലോകം വിചാരിച്ചിരുന്നത്. പ്രസവിക്കാൻ കഴിയാത്തവൾ എന്നായിരുന്നു ലോകം വിചാരിച്ചത്. എന്നാൽ അവൾക്കിത് 6-ാം മാസമാണ്. അതിനുശേഷം പറയുക, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല.
നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അതായത് സക്കറിയ പുരോഹിതനോട് പറഞ്ഞതും അല്ലെങ്കിൽ സക്കറിയ പുരോഹിതന്റെ ഹൃദയത്തിലെ ചിന്തയും മാതാവിൻ്റെ ഹൃദയത്തിലെ ചിന്തയും ഏകദേശം സെയിമാണ്. കാരണം അവൾ ഒരു വിശുദ്ധയാണ്, യാതൊരു വിധത്തിലും ഒരു പുരുഷനെയും അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ ദൂതനാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എന്ന് അവൾ ചിന്തിക്കണ്ടേ? അവളത് അറിയണ്ടേ? കൃപ നിറഞ്ഞവളാണെന്നുള്ളത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുക. അപ്പം ആ കൃപയിൽ, ആ ജ്ഞാനത്തിൽ അവൾ തിരിച്ചറിയണ്ടേ? പക്ഷെ അവൾ തിരിച്ചറിയുന്നില്ല. ദൂതൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുക, അത്യുന്നതൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. എന്നാൽ യാതൊരുവിധ പണിഷ്മെൻറ്റും കാണുന്നില്ല. എന്നാൽ സക്കറിയായ്ക്ക് ഒരു പണിഷ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. എന്താണിത് തമ്മിലുള്ള വ്യത്യാസം? രണ്ടും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം, സക്കറിയ എന്ന വ്യക്തി ഒരു പുരോഹിതനാണ്. ആരുടെ പുരോഹിതൻ? ദൈവത്തിൻ്റെ പുരോഹിതൻ, ലേവി പുരോഹിതൻ, ഇസ്രായേൽ സമൂഹത്തെ അനുഗ്രഹിക്കേണ്ടവൻ, ഇസ്രായേൽ സഭയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൂപമർപ്പിച്ച് തിരിച്ചു വന്ന് അനുഗ്രഹിക്കേണ്ട തെരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ വ്യക്തിയാണവൻ. എന്നാൽ ദൈവത്തിൻ്റെ വ്യക്തിയായിട്ടും അവൻ എന്ത് ചെയ്യുന്നു? ഗബ്രിയേൽ ദൂതനെ അവിശ്വസിക്കുന്നു. യഥാകാലം നടക്കേണ്ട കാര്യം അവിശ്വസിക്കുന്നു. എന്നാൽ മറിയത്തെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാ ഒരു യഹൂദ സ്ത്രീ മാത്രമാണ്, ഒരു നോർമൽ പേഴ്സൺ. ഈ സ്ത്രീയുടെ മുൻപിലേക്ക് ഈ ദൂത് വരുമ്പോൾ സ്വാഭാവികമായും അവൾക്കുണ്ടായ സംശയമാണ്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഒരു നോർമൽ ഡൗട്ട് അതാണ് അവൾ തിരിച്ചു ചോദിക്കുന്നത്. അവിടെയാണ് ദൈവത്തിൻ്റെ ദൂതൻ തിരിച്ചു പറയുന്നത്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, യാതൊന്നും ദൈവത്തിന് അസാധ്യമല്ല. ഇന്ന് നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് അസാധ്യമെന്ന് ഏതെങ്കിലും ഒരു കാര്യം, എനിക്ക് സുവിശേഷം പറയാൻ പറ്റത്തില്ല, എനിക്ക് വിദ്യാഭ്യാസമില്ല, എനിക്ക് വലിയ അറിവില്ല, ഞാൻ ഒരു സാധാ പേഴ്സണാണ്, അതുകൊണ്ട് എനിക്ക് ഇതൊന്നും കഴിയത്തില്ല, എനിക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയത്തില്ല, അല്ലെങ്കിൽ വലിയ രീതിയിൽ ഇതൊന്നും ചിന്തിക്കാനോ പറയാനോ എനിക്ക് സാധിക്കത്തില്ല എന്ന് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നെങ്കിൽ അവരോട് കർത്താവിൻ്റെ വചനം പറയുക, അങ്ങനെയല്ല. കഴുതയെ കൊണ്ട് സംസാരിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്, കല്ലുകളിൽ നിന്നും മനുഷ്യപുത്രനെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ദൈവത്തിന്, ലോകത്തിന് ഇന്നുവരെ സാധിക്കാത്ത ഒരു കന്യക എങ്ങനെ ഗർഭം ധരിക്കും, അതിനുശേഷമോ അതിനു മുൻപോ സംഭവിക്കാത്ത ഒരു കാര്യം ദൈവത്തിന് സാധ്യമാണ് മറിയമേ എന്ന് ഗബ്രിയേൽ ദൂതൻ പറയുകയാണ്. ലോകത്ത് ഇന്ന് വരെ സംഭവിച്ചിട്ടില്ല, ലോകത്ത് ഇന്ന് വരെ നടന്നിട്ടില്ല, പക്ഷേ അത് സംഭവിക്കും, അതിന് കഴിയും. കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവത്തിന് സാധിക്കും. അതാ ദൂതൻ പറയുന്നത്, ദൈവത്തിന് അസാധ്യമായി യാതൊന്നുമില്ല. നിന്റെ യോഗ്യത കണ്ടിട്ടല്ല ദൈവം തിരഞ്ഞെടുത്തത്, നിന്റെ കഴിവ് കണ്ടിട്ടല്ല ദൈവം തിരഞ്ഞെടുത്തത്, നിന്റെ വിദ്യാഭ്യാസമോ നിന്റെ കുടുംബ മഹിമയോ നിന്റെ പാരമ്പര്യമോ നീ ജനിച്ചു വളർന്ന നിന്റെ സഭയോ അതിന്റെ ശ്രേഷ്ഠതയോ നിന്റെ കുലമോ മഹിമയോ യാതൊന്നും കണ്ടിട്ടല്ല ദൈവം നിന്നെ തെരഞ്ഞെടുത്തത്. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും വിളിയും അത് മഹത്വമാ. ആ തെരഞ്ഞെടുപ്പ് ദൈവത്തിനെ അറിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവിന്റെ മുൻപിൽ നീ നിന്നെ തന്നെ സമർപ്പിക്കുന്നുവെങ്കിൽ, നിന്നെ തന്നെ വിട്ടുകൊടുക്കുന്നുവെങ്കിൽ ദൈവത്തിന് നിന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കും. ദൈവത്തിന് നിന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കും. നീ കർത്താവിനോട് പറയണം, കർത്താവേ, അവിടത്തേക്ക് എന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കും. എൻ്റെ കഴിവ് നോക്കിയിട്ടല്ല, എൻ്റെ വിദ്യാഭ്യാസം നോക്കിയിട്ടല്ല, എൻ്റെ ജോലിയോ കുടുംബ മഹിമ യാതൊന്നും നോക്കിയിട്ടല്ല, കർത്താവിന് എന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കും. എത്ര പേർക്ക് പറയാൻ പറ്റും, കർത്താവേ, നിന്റെ ആത്മാവിന് എന്നിൽ പ്രവർത്തിക്കാൻ സാധിക്കും, നിന്റെ ആത്മാവിനെ എന്നിൽ സുവിശേഷകനാക്കി മാറ്റാൻ കഴിയും, നിന്റെ ആത്മാവിന് എന്നിലൂടെ അത്ഭുതം ചെയ്യാൻ കഴിയും, നിന്റെ ആത്മാവിന് എന്നിലൂടെ പ്രവചനങ്ങൾ പറയാൻ സാധിക്കും, നിന്റെ ആത്മാവിന് എന്നിലൂടെ സുവിശേഷം പറയാൻ സാധിക്കും, നിന്റെ ആത്മാവിന് എന്നിലൂടെ അത്ഭുതങ്ങളും അടയാളങ്ങളും അങ്ങനെക്ക് കഴിയാത്തതായി യാതൊന്നുമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിതാവേ. ഇതാ മാതാവ് അവിടെ പറയുന്നൊരു വാക്യം, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. മറിയം പറഞ്ഞു. 38 വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്കാസ് സുവിശേഷം 1:38. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. അപ്പോൾ ദൂതൻ അവളുടെ മുൻപിൽ നിന്നും മറഞ്ഞു. എത്ര പേർക്കെന്ന് പറയാൻ സാധിക്കും, ഇതാ കർത്താവിൻ്റെ ദാസി, ഇതാ കർത്താവിൻ്റെ ദാസൻ, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? പ്രിയമുള്ളവരെ, മറിയം ഈ വാക്ക് പറഞ്ഞപ്പോഴുണ്ടായ മാറ്റം, അത്യുന്നതന്റെ ശക്തി
അവളുടെ മേൽ വന്നു. ഇതാ ജനിക്കാനിരിക്കുന്ന ശിശു, അത്ഭുതകരമായ ശിശു, ലോകത്തിനെ വീണ്ടെടുക്കാൻ കഴിവുള്ളവൻ, ലോകത്തിന്റെ സകല പാപങ്ങളിൽ നിന്നും ലോകത്തെ വീണ്ടെടുക്കുന്ന അത്ഭുതകരമായ മന്ത്രി, അത്ഭുതകരമായ രാജാവ്, നിത്യനായ പിതാവ് ഇതാ അവളുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നു വരികയും ലോകത്തെ വീണ്ടെടുക്കാൻ കഴിവുള്ളവൻ അവളിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇന്ന് എത്ര പേർക്ക് വിശ്വാസമുണ്ട്? നീ ഇതാ കർത്താവിന്റെ ദാസൻ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുന്നുവെങ്കിൽ ഇന്ന് ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വരും, ദൈവത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വരും, നിന്നെ കൊണ്ട് ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങും, നിന്നിലൂടെ ദൈവത്തിന്റെ ശക്തമായ കരം പ്രവർത്തിക്കും. ഒരുപക്ഷെ പറയാൻ സാധിക്കത്തില്ല ഏതൊക്കെ തരത്തിലാണ് നിന്നെ കൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയുന്നത്. വളരെ എത്ര വിശുദ്ധരായിട്ടുള്ള വ്യക്തികളാ, ഒരു വിദ്യാഭ്യാസവും ഇല്ലാതെ, യാതൊരു യോഗ്യതയും ഇല്ലാതെ സുവിശേഷം പ്രസംഗിച്ച് ലോകത്ത് ആത്മാക്കളെ നേടിയിരിക്കുന്നത്. അവരുടെ കഴിവ് കണ്ടിട്ടാണോ? പത്രോസിന് വിദ്യാഭ്യാസം ഉണ്ടായിട്ടാണോ? യാക്കോബിനും തോമസിനും എന്ന് വേണ്ട 12 ശിഷ്യന്മാരിൽ ശ്രേഷ്ഠനായി വിദ്യാഭ്യാസവും യോഗ്യതയുമുള്ള എത്ര പേരുണ്ട്? മത്തായി അല്ലാതെ എഴുത്തും വായനയും അറിയാവുന്ന അല്ലെങ്കിൽ ശ്രേഷ്ഠമായ ഒരു അറിവുള്ള എത്ര പേരുണ്ടെന്ന് പരിശോധിച്ചു നോക്കുക. നമ്മൾ ഇതിനൊരു അതിർവരം വിടരുത്. കാരണം കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും. നീ വിട്ടുകൊടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ, നീ നിന്നെ തന്നെ വിട്ടുകൊടുത്താൽ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, സഭയെ പീഡിപ്പിക്കാൻ പോയവൻ കർത്താവിന് വേണ്ടപ്പെട്ടവനായി മാറി, ക്രിസ്തുവിന്റെ സഭയ്ക്ക് വേണ്ടപ്പെട്ടവനായി മാറി. തള്ളിപ്പറഞ്ഞവൻ ക്രിസ്തുവിന്റെ സഭയുടെ ശ്രേഷ്ഠനായി മാറി, കർത്താവിന്റെ സഭയ്ക്ക് വേണ്ടപ്പെട്ടവനായി മാറി. ദൈവത്തിന്റെ വലിയ ഏറ്റവും ശ്രേഷ്ഠനായ ഉറച്ച പാറയായവൻ മാറി. അല്ലെ? പത്രോസിനെ പിന്നെ നമ്മൾ കാണുന്നുണ്ട് യെരുശലേം ദേവാലയത്തില് ആ പെന്തക്കോസ്ത നാളിൽ സകല ജനത്തിന് മുൻപിൽ എഴുന്നേറ്റ് നിന്ന് കർത്താവിന്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന ഒരു പാറയായി മാറി. നമുക്ക് എത്ര പേർക്ക് നമ്മുടെ പിന്മാറ്റമാ ഒരു പക്ഷേ പലപ്പോഴും ഏറ്റവും പ്രതിസന്ധിയായി നിൽക്കുന്നത്. നീ വിട്ടുകൊടുത്താൽ നിന്നിൽ ദൈവം പ്രവർത്തിക്കും. നമ്മൾ വിട്ടുകൊടുത്താൽ ദൈവം നമ്മിൽ പ്രവർത്തിക്കും. ഇന്ന് ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ ഈ സൂമിൽ കയറിയിരിക്കുന്ന ഈ 42 കുടുംബങ്ങളിലെ ഓരോ വ്യക്തിയോടും കർത്താവിന്റെ ആത്മാവ് പറയുക, നീ വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ, നീ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ ദൈവം നിന്റെ മേൽ പ്രവർത്തിക്കും. ദൈവം നിന്റെ മേൽ പ്രവർത്തിക്കും. എത്ര പേര് ഇത് വിശ്വസിക്കുന്നു? കണ്ണുകളടച്ച്, പൂർണ്ണമായി കണ്ണുകളടച്ച് കർത്താവിനോട് പറഞ്ഞേ, ദൈവമേ എന്നിൽ പ്രവർത്തിക്കണമേ, ദൈവമേ എന്നിൽ പ്രവർത്തിക്കണമേ, ദൈവമേ എന്നിൽ പ്രവർത്തിക്കണമേ. യേശുവേ, ഞാൻ ഇതുവരെ എൻ്റെ ഇഷ്ടങ്ങളുടെ പിന്നാലെയാ പോയത്, എൻ്റെ ഹിതത്തിന് പിന്നാലെയാ പോയത്. വിദ്യാഭ്യാസമാകട്ടെ, ലോകത്തിന്റെ മേഖലകളാകട്ടെ, ജോലിയാകട്ടെ, ഏതൊരു കാര്യത്തിനും ഞാൻ മുൻതൂക്കം കൊടുത്തത് എൻ്റെ ഇഷ്ടം, എൻ്റെ ഹിതമാ ഞാൻ മുൻതൂക്കം കൊടുത്തത്. പക്ഷെ ഇന്ന് കർത്താവേ, ഞാൻ നിന്റെ മുന്നിൽ പ്രാർത്ഥിക്കാൻ വന്ന സമയത്ത് മുഴുവൻ ഒരു വലിയ ലിസ്റ്റുമായിട്ടാണ് ഞാൻ വന്നേ. എനിക്ക് ഇന്നത് വേണം, എനിക്ക് ഇന്ന രീതിയിലുള്ള ഒരു ഭർത്താവിനെ വേണം, എനിക്ക് ഇന്ന രീതിയിലുള്ള ഒരു ഭാര്യയെ വേണം, എനിക്ക് ഇന്ന രീതിയിലുള്ള ജോലി വേണം, ഇന്ന രീതിയിലുള്ള കാറ് വേണം, സമ്പത്ത് വേണം, ഇന്ന രാജ്യത്ത് എനിക്ക് പോകണം എന്ന് വേണ്ട 100 കൂട്ടം കാര്യങ്ങൾ ഞാൻ കർത്താവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ ഒരു ലിസ്റ്റുമായിട്ടാണ് ഞാൻ വന്നത്. നമ്മുടെ ചുറ്റുപാടുള്ള വിശ്വാസികളെല്ലാം നമ്മൾ പരിശോധിച്ചു, ദൈവസന്നിധിയിലേക്ക് ഒരു ലിസ്റ്റുമായിട്ട് പോകുന്നവരാ. എന്നാൽ ഇന്ന് നമ്മൾ അതിൽ നിന്ന് വ്യത്യസ്തമാകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് കർത്താവിന് മുമ്പിൽ ഈ ലിസ്റ്റ് കൊടുക്കാതെ കർത്താവിനോട് പറയാം, കർത്താവ് നിന്റെ ഹിതം, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണം. മാതാവ് പറഞ്ഞതുപോലെ, മറിയം പറഞ്ഞതുപോലെ, ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് മാതാവ് പറഞ്ഞതുപോലെ തന്നെ എത്ര പേർക്ക് പറയാൻ പറ്റും? കർത്താവ്, നിന്റെ ഹിതം എന്നിൽ നിറവേറണമേ, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണമേ. നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ
ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവസന്നിധിയിലെ വീണ്ടും ഒരിക്കൽ കൂടി പറഞ്ഞ കർത്താവ്, നിന്റെ ഹിതം എന്നിൽ നിറവേറണം, നിന്റെ ഇഷ്ടം എന്നിൽ പൂർണ്ണമാകണം. കർത്താവ്, ഞാൻ പല ഇഷ്ടങ്ങളും നിന്റെ മുൻപിൽ പറഞ്ഞിട്ടുണ്ട്, പല ഹിതങ്ങളും ഞാൻ നിന്റെ മുൻപിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ യാതൊന്നും ഞാനിപ്പോൾ നിർബന്ധം പിടിക്കുന്നില്ല, ഞാൻ അതെല്ലാം പിൻവലിക്കുക. എത്ര പേർക്ക് ഇത് പറയാൻ പറ്റും? എത്ര പേര് ഹൃദയം കൊണ്ട് ആത്മാർത്ഥമായി ഇത് പറയുന്നുണ്ട്? കർത്താവ്, എൻ്റെ ഹിതമല്ല, എൻ്റെ ഇഷ്ടമല്ല, അതെല്ലാം ഞാൻ പൂർണ്ണമായി പിൻവലിക്കുക. പകരം നിന്റെ ഹിതം, നിന്റെ ഇഷ്ടം എന്നിൽ നിറവേറണം. ഓരോ ദിവസവും ഞാൻ നിന്നിൽ ചാരി, നിന്നോട് കൂടെ ചേർന്ന് നിന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുക. നിന്റെ ഹിതം എന്നിൽ നിറവേറണമേ. ഒരിക്കൽ കൂടി കർത്താവിന്റെ സന്നിധിയിലെ രണ്ട് കരവും വിരിച്ച് കണ്ണുകളെ കടച്ച് സ്വർഗത്തിലേക്ക് നമ്മുടെ ഹൃദയത്തെ ഉയർത്തി, നമ്മുടെ ചിന്തകളും നമ്മുടെ ഹൃദയവും എല്ലാം സ്വർഗത്തിലേക്ക് ഉയർത്തി രണ്ട് കരവും വിരിച്ച് നമുക്ക് വീണ്ടും കർത്താവിനോട് പറയാം, നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. നിൻ ഹിതമെന്നിലെന്നും നിറവേറട്ടെ, നിന്നിഷ്ടങ്ങളെന്നിൽ പൂർണ്ണമാകട്ടെ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഓരോ നാളും നിന്നിൽ ചാരി ജീവിപ്പാൻ എന്നെ എന്നും സഹായിക്കണേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിനോട് നമുക്ക് പറയാം, കർത്താവേ, ഞാനൊരു സാധാ മനുഷ്യനാണ്. ഞാൻ യഹൂദ ദേവാലയത്തിലോ അല്ലെങ്കിൽ യഹൂദ സമൂഹത്തിലോ ഒരു പുരോഹിതനോ നറക്കുവീണ സക്രിയായെ പോലെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ടവനൊന്നുമല്ല. ഞാൻ പാവപ്പെട്ടവനാണ്, ഞാൻ സാധാരണക്കാരനാണ്. അതുകൊണ്ടാണ് കർത്താവ് നിന്റെ വാക്ക് പലപ്പോഴും ഞാൻ കേൾക്കാതിരുന്നത്, ഞാൻ അവിശ്വസിച്ചത്. കർത്താവെ, എന്നോട് കോപിക്കരുതേ, നിന്റെ ക്രോധം എൻ്റെ മേൽ ഉയർത്തരുതേ. ഞാനൊരു പാപിയാണ് കർത്താവ്, ഞാൻ സാധാരണ ഒരു മനുഷ്യനാണ്, ഒരു നോർമൽ പേഴ്സണാണ് കർത്താവ്. അതുകൊണ്ടാണ് കർത്താവ് ഞാൻ അവിശ്വസിച്ചത്, നിന്റെ ശക്തിയെ ഞാൻ അവിശ്വസിച്ചത്, നിന്റെ ഹിതത്തിന് ഞാൻ പിൻവാങ്ങിപ്പോയത്, നിന്റെ ഇഷ്ടത്തിന് ഞാൻ നിന്ന് തരാതിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ വിശ്വസിക്കുന്നു, ദൈവത്തിനൊന്നും അസാധ്യമല്ല. മറിയത്തോട് ദൂതൻ പറഞ്ഞ വാക്ക് ഞാൻ ഇന്ന് വിശ്വസിക്കുക, ഞാൻ ഇന്ന് ഏറ്റെടുക്കുക. ഞാനൊരു സാധാരണ മനുഷ്യനാണ്, ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. സക്രിയയുടെ ഭാര്യ, അവൾക്ക് ചാർച്ചക്കാരിയായ അവൾക്ക് ഗർഭം ധരിക്കാൻ സാധിച്ചുവെങ്കിലേ, അവൾ 6-ാം മാസമാണ് ഇപ്പോ എങ്കിലേ, അവൾ വന്ധിയെന്ന് ലോകം വിളിച്ചിരുന്നു. എന്നാൽ ഇന്ന് അവൾ ഗർഭിണിയാണെങ്കിൽ ദൈവത്തിനൊന്നും അസാധ്യമല്ല, അവനൊന്നും അസാധ്യമല്ല. ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ, നിനക്കൊന്നും അസാധ്യമല്ല. നിനക്ക് കഴിയും, നിനക്ക് കഴിയും. ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നപ്പാ, ഞാൻ പൂർണ്ണമായി നിന്നിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. നിനക്കൊന്നും അസാധ്യമല്ല. കർത്താവിനോട് പറഞ്ഞേ, കർത്താവേ, നിന്റെ ഇഷ്ടം നീ എന്നോട് പറഞ്ഞപ്പോ ഞാൻ വീണുപോയി, നിന്റെ ഹിതം എന്നോട് പറഞ്ഞപ്പോ ഞാൻ വീണുപോയി.
ഞാൻ ഓടിപ്പോയി, നിന്റെ പാത വിട്ട് ഞാൻ ഓടി ഒളിച്ചു. നിന്നിൽ നിൽക്കാൻ കഴിയാതെ, നിന്റെ ഹിതത്തിന് മുൻപിൽ എന്നെ തന്നെ സമർപ്പിക്കാൻ കഴിയാതെ ഞാൻ വീണുപോയി. ഞാൻ ഓടിപ്പോയി, ഞാൻ പിൻവാങ്ങിപ്പോയി, നിന്റെ പാതയിൽ നിന്ന് ഞാൻ വിട്ടുപോയപ്പാ. എന്നോട് ക്ഷമിക്കണമേ, എന്നോട് കരുണയുണ്ടാകണമേ. വീണു ഞാൻ പലതവണയാ, ഓടി ഞാൻ നിൻ പാതയെ വിട്ട് പോയി. ഞാൻ നിൻ സന്നിധേ നിന്ന് മാറി. ഞാൻ നിൻ ചാരി നിന്ന് വീണു. ഞാൻ പലതവണയാ, ഓടി ഞാൻ നിൻ പാതയെ വിട്ട് പോയി. ഞാൻ നിൻ സന്നിധേ നിന്ന് മാറി. ഞാൻ നിൻ ചാരി നിന്ന്. നിൻ സ്നേഹം മാറുകില്ല, വാഗ്ദത്തം മായ്ച്ചതില്ല. നിൻ മുഖം മറച്ചതില്ല, നീ എന്നെ തള്ളിയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവൻ നമ്മളെ തള്ളിയില്ല, അവൻ നമ്മളെ തള്ളിക്കളഞ്ഞില്ല. കർത്താവ് നമ്മളെ ചേർത്ത് വെച്ചു. അവൻ നമ്മളെ മാറ്റിവെച്ചില്ല. അവന്റെ സ്നേഹം നമ്മിൽ നിന്ന് മാറിപ്പോയില്ല. അവൻ എന്നെ മാറ്റി അയോഗ്യനെന്ന് കണ്ടില്ല. അവൻ എന്നെ ചേർത്ത് പിടിച്ചു. അതാ ദൈവത്തിന്റെ യോഗ്യത, അതാ ദൈവത്തിന്റെ സ്നേഹം. എത്ര പേർക്ക് ആ സ്നേഹത്തെ തിരിച്ചറിയാൻ പറ്റും? എത്ര ശ്രേഷ്ഠമായ ആ ദൈവസ്നേഹത്തിന്റെ മുൻപിലാണ് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. നമ്മൾ വിചാരിക്കും നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടോ, ഞാൻ എവിടെയെങ്കിലുമൊക്കെ നിന്നതുകൊണ്ടൊക്കെ ആയിരിക്കും ദൈവം നമ്മളെ തിരഞ്ഞെടുത്തത്. ഒന്നുമല്ല. നീ പാപിയായിരുന്നപ്പോ, ലോകം നിന്നെ പാപിയെന്ന് മുദ്ര കുത്തിയപ്പോ, ലോകം നിന്നെ അയോഗ്യനെന്ന് തള്ളിക്കളഞ്ഞപ്പോ, ലോകം നിന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തവൻ, നിനക്ക് വിജയിക്കാൻ കഴിയാത്തവൻ, നീ കറുത്തവൻ, വെളുത്തവൻ, ഇങ്ങനെ പറഞ്ഞ് പല രീതിയിൽ നിന്നെ തള്ളിക്കളഞ്ഞപ്പോ, നിന്നെ മാറ്റിയപ്പോ, കൊലപാതകി എന്ന് നിന്നെ മുദ്രകുത്തിയപ്പോ, പല രീതിയിൽ നിന്നെ മാറ്റി നിർത്തിയപ്പോ, ദൈവം നിന്നെ ശ്രേഷ്ഠനായി കരുതി. ദൈവം നിന്നെ തെരഞ്ഞെടുത്തു. ദൈവം നിന്നെ യോഗ്യനാക്കി മാറ്റി. ദൈവത്തിന്റെ മകനായി, ദൈവത്തിന്റെ മകളായി ദൈവമാ നിന്നെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് നീ പറയരുത് ഞാൻ അയോഗ്യനാണെന്ന്. നീ പറയരുത്. ഇതാ പത്രോസിന്റെ മുൻപിലേക്ക് ഭൂമിയിലെ അശുദ്ധമായതും ശുദ്ധമായതുമായ സകല വസ്തുക്കളും ഒരു തളികയിൽ വെച്ചു കൊടുത്തു. പത്രോസിനോട് പറഞ്ഞു, നീ തിന്നുക, നീ ഭക്ഷിക്കുക. പത്രോസ് പറഞ്ഞു, കർത്താവേ, അശുദ്ധമായ യാതൊന്നും ഞാൻ ഭക്ഷിക്കത്തില്ല. എന്നാൽ ദൈവം പറയുകയാ, ഞാൻ വിശുദ്ധീകരിച്ചതിനെ നീ അശുദ്ധമെന്ന് പറയരുത്. ഞാൻ വിശുദ്ധീകരിച്ചവനെ നീ അശുദ്ധമെന്ന് പറയരുത്. ദൈവമെന്ന് നിന്നെ നോക്കി പറയുക, നീ മോശക്കാരനാണ്, നീ പാപിയാണ്, നീ കറുത്തവനാണ്, വെളുത്തവനാണ്, വിദ്യാഭ്യാസം പല രീതിയിൽ ലോകം നിന്നെ നോക്കി പറഞ്ഞു. പക്ഷേ കർത്താവ് പറയുക, നിന്നെ ഞാൻ വിശുദ്ധീകരിച്ചു. നീ ഇനി അശുദ്ധനെന്ന് പറയരുത്, നീ അയോഗ്യനെന്ന് പറയരുത്, നീ കുറവുള്ളവനെന്ന് പറയരുത്. ദൈവസന്നിധിയിൽ നിന്നെ ദൈവം വിശുദ്ധീകരിച്ചുവെങ്കിൽ നീ ഇറങ്ങണം ദൈവത്തിന്റെ വചനത്തിന് വേണ്ടി. നീ അതിനെ തുറക്കണം ക്രിസ്തുവിന് വേണ്ടി. നീ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യണം. ദൈവത്തിന് വേണ്ടി നീ ശുശ്രൂഷ ചെയ്യണം. നീ അയോഗ്യനായി, പാപിയായി, നീ നിന്റെ മേൽ പാപമുണ്ടെന്ന് നീ വിശ്വസിക്കുമ്പോൾ കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് കർത്താവിനോട് പറയണം, കർത്താവേ, നീയാണ് എന്നെ വിശുദ്ധീകരിച്ചത്. ഇനി ഞാൻ എന്നെ അയോഗ്യനെന്ന് കാണത്തില്ല. ഞാൻ ഇനി എന്നെ അയോഗ്യനെന്ന് തള്ളത്തില്ല. കർത്താവേ, എന്നിലൂടെ പ്രവർത്തിക്കണമേ. യേശുവേ, എന്റെ ആദരത്തിലൂടെ നിന്റെ സുവിശേഷം, എന്റെ ആദരത്തിലൂടെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ.
എന്നെ ബലപ്പെടുത്തണമേ. എൻ്റെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ ചെയ്യണമേ. ഞങ്ങളിലൂടെ ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേ. യേശുവേ, ഞങ്ങളിലൂടെ, പാപിയും ബലഹീനനുമായ ഞങ്ങളിലൂടെ എൻ്റെ ദൈവമേ അവിടുന്ന് പ്രവർത്തിക്കണമേ എന്ന്